ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ ഇവിടെ ഇരിക്കേ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. ഞാൻ ഇതുവരെ എങ്ങനെ വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലിടുന്ന പാട്ടോ റീലൊക്കെ നേരെ യൂട്യൂബിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക അങ്ങനെ രീതിയിലാണ്. പക്ഷെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്തണം എന്നുള്ളൊരു ഒരു 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 ഇതിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടണം. ചാനൽ മോണിറ്റൈസ് ആയ ചാനലായിരുന്നു, പക്ഷേ അതിൻ്റെ ഇടയിൽ മോണിറ്റൈസേഷൻ കട്ടായി. അപ്പം അങ്ങനെ ചെറിയൊരു സീനിലാണുള്ളത്. ഇപ്പോൾ ശരിയായിട്ടാണ്, മോണിറ്റൈസേഷൻ ശരിയായി. ഇൻഷാ അല്ലാഹ് അടങ്ങിക്കേ, അപ്പോൾ അവിടെ ഇരിക്കേ. അപ്പോൾ ഇനി മുതൽ മര്യാദക്ക് വീഡിയോ ഇടണം ഇൻഷാ അല്ലാഹ്. എന്നാൽ Q&A പോസ്റ്റ് ഇട്ടിന്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസിനുള്ളൊക്കെ ചെറിയൊരു ആൻസറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അതിലോട്ട് കിടക്കാം. എനിക്ക് വീഡിയോ ചെയ്യേണ്ടി എന്നുള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. മട്ടം പോലെ ചെയ്യുക, എല്ലാവരും ക്ഷമിക്കുക. ലൈറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടെ. സെറ്റല്ലേ? എന്നാൽ ഇവിടെ ഇരിക്കാം, ഇതിൻ്റെ ഒപ്പം ഇരിക്കേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എടുക്കട്ടെ, ശരിയാക്കി കണ്ട് വരാം. ഈ പാട്ടടി കൊടുത്താ അത് പാടിക്കോ. ദൂതരിബ്രാഹിം ആദരപ്പൂവിൻ്റെ കണ്ണടട്ടോ പാടിക്കൊടുക്കേ ഏതാ ഇവള്. അപ്പോൾ ബാക്കി വീഡിയോ തുടങ്ങട്ടെ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻസൊക്കെ നോക്കട്ടെ. അതൊരു എടുത്തു നോക്കിയിട്ടില്ല, അപ്പോൾ ലൈവായിട്ടുള്ള ആൻസർ തന്നെ ആക്കാരം. ഇതിൽ കുറേ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നോന്നൊരു സംശയമുണ്ട്. ഞാൻ എടുക്കുന്നതാണ് എടുത്ത് നോക്കിയിന്. അപ്പോൾ ഫസ്റ്റ് ബ്രോ ഡെയിലി വ്ളോഗ് വേണം. ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ റിസ്കി പരിപാടിയാണ്. ഞാനിപ്പോൾ എന്താ വെച്ചാൽ കോളേജ് ആർട്സിൻ്റെ ഒക്കെ ഒരു പ്രാക്ടീസ് പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഇപ്പോൾ എടുത്ത് നടക്കും തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് സെറ്റായിട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ബ്രോ എങ്ങനെയാണ് മ്യൂസിക് പഠിച്ചത്? മ്യൂസിക് ഞാൻ മലപ്പുറം ആദ്യം ഞാനൊരു 3 സ്ഥലത്ത് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മെഹഫിൽ എന്ന് പറയും, അപ്പോൾ അവിടെ മാപ്പിളപ്പാട്ട് അങ്ങനത്തെ രീതിയിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി ഗഫൂർ ഖയാൽ എന്നൊരു സാറുണ്ട്, മൂപ്പരടുത്തേക്ക് പോയി. പക്ഷേ എല്ലായിടത്തും കുറച്ചിട്ട് പഠിച്ചിട്ടുള്ളൂ, ഇവിടെയൊന്നും ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. ഹിന്ദുസ്ഥാനി ഇതേപോലെ തന്നെ ഒരു 2-3 മാസം പഠിക്കാൻ പോയി. പിന്നെ ശേഷം ഞാൻ നിസാർ മാഷ് പറഞ്ഞൊരു ബ്ലൈൻഡായിട്ടുള്ളൊരു മാഷുണ്ട്, അപ്പോൾ മൂപ്പര് കർണാട്ടിക്കാണ് പഠിപ്പിക്കുന്നത്, ക്ലാസിക്കൽ മ്യൂസിക്. അതിനിതേപോലെ തന്നെ 2-3 മാസം പോയി. അതെങ്ങനെയാ വെച്ചാൽ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല, പോകാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. ഷിമ്മിയും കാക്കിയും കൂടിയും അങ്ങനെ ഞായറാഴ്ചയുള്ള, അഥവാ ആകെ കിട്ടുന്ന ഞായറാഴ്ചയാണല്ലോ, സ്കൂളൊന്നും ഇല്ലാതെ ഒഴിവുള്ളൊരു ദിവസം ഞായറാഴ്ചയാണല്ലോ, അന്ന് ഈ മ്യൂസിക്കൽ ക്ലാസ്സിന് കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ അന്ന് തീരെ പറ്റൂല അതൊന്നും. അപ്പോൾ ക്ലാസ്സിനൊക്കെ ഒരു മാണ്ടാച്ചിട്ട രീതിയിൽ ക്ലാസ്സിലിരിക്കും. അങ്ങനെയാണ് മ്യൂസിക്കിൻ്റെ ഒരു പഠിക്കണ കാര്യം നോക്കുമ്പോൾ അങ്ങനെയാണുള്ളത്. മാഷാ അല്ലാഹ് സോങ്ങൊക്കെ അടിപൊളിയാണ്. നെക്സ്റ്റ് സോങ് എവിടെയാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ ഒന്ന് ഇൻസ്റ്റയിൽ ഒരു പാട്ടിട്ടിരുന്നു, മറ്റേ പാട്ടുണ്ടല്ലോ, പേരില്ല രാജ്യത്തെ രാജകുമാരി. അത് ഞാൻ യൂട്യൂബിൽ ഇട്ടാണ്, അതിൻ്റെ 2ാമത്തെ പാർട്ട്. വേറെ എനിക്ക് ആ പാട്ട് എന്താ വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ കേൾക്കും, ബസ്സിലും കാറിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ആ പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ ആ പാട്ടിന് നല്ല സ്ഥല ഭാഗം ഞാൻ ഫസ്റ്റത്തെ ഇതിൽ പാടിയിട്ടില്ലേ, അപ്പോൾ അതിപ്പോൾ പാടിക്കാണ്ട് ഇൻസ്റ്റയിലിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ അടുത്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ എന്തായാലും ചോദിച്ചത് എവിടെയാണ് പഠിക്കണത്? ഞാനിപ്പോൾ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിക്കുന്നത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ, BSc കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെയാണ് പഠനം. ഫാമിലി സ്റ്റഡി എബൌട്ട് യുവർ ഓൾഡ് സോങ്സ്. കാക്കച്ചി എരപ്പാക്കൊണ്ടിട്ടാ. ഫാമിലി സ്റ്റഡി, എൻ്റെ വീട്ടിൽ 6 ആൾക്കാരാണുള്ളത്. ഉമ്മ, ഉപ്പ, ബ്രദർ, സിസ്റ്റർ, ഒരു ചെറിയ അനിയൻ, ഞാൻ ഇപ്പോൾ 6 ആൾക്കാർ. അങ്ങനെയാണ് ഫാമിലി.
അബൌട്ട് സ്റ്റഡി ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് പഠിക്കുന്നത് ഫറൂഖ് കോളേജിൽ കോഴിക്കോട്. അബൌട്ട് യുവർ ഓൾഡ് സോങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ കുറേ പാട്ട് പാടിയിട്ടുണ്ട്, ഒരു കണക്കില്ല. അത് യൂട്യൂബിൽ തന്നെ ഉണ്ടാകും കുറേ പാട്ടുകൾ. മധു സോങ്സ്, മാപ്പിള സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം ഉണ്ടായിന് പണ്ടത്തെ പാട്ടുകളൊക്കെ. പ്ലേസ് അബൌട്ട് പാരൻസ് ആൻഡ് സിബ്ലിങ്സ്, ഏജ്, സ്റ്റഡി, കലോത്സവം, മെമ്മറീസ്. പ്ലേസിൻ്റെ വീട് പാണക്കാടാണ്, മലപ്പുറം ജില്ലയിൽ പാണക്കാട് എന്നാണ് ഞാൻ പറയല്, പക്ഷേ പാണക്കാടല്ല കറക്റ്റ്. പാണക്കാട്ടിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 1.5 കിലോമീറ്റർ പോരാണ്ട്. സ്ഥലം മണ്ണിൽപ്പടി. അടിപൊളി പേരാണ്. പിന്നെ അബൌട്ട് പാരൻസ് ആൻഡ് സിബ്ലിങ്സ്. പാരൻസ് പറഞ്ഞാൽ ഉമ്മാൻ്റെ പേര് മുനീറ, ഉപ്പാൻ്റെ പേര് മുഹമ്മദ് കുട്ടി, പിന്നെ 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ. ഒരു ബ്രദറിൻ്റെ പേര് മുഫസ്സിൽ, ഒരാളുടെ പേര് മുഹമ്മദ് മാസിന് ഇപ്പോൾ എത്രയിലാണ് പഠിച്ചിരുന്നത്? ഇപ്പോൾ യു കെ ജിയിൽ. ബ്രദർ ഇപ്പോൾ ഈ ഷൂട്ടിങ്, ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ സ്റ്റുഡിയോ ഫീൽഡിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പാട്ട് പാടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക് ക്ലാസ്സിനൊക്കെ ആദ്യം ഓനെ കൊണ്ടുപോയിന്, ആദ്യം പഠിപ്പിക്കാൻ ഉമ്മ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് പോയതേനി. അപ്പോൾ അങ്ങനെ ആരില്ല. ഫാമിലി സ്റ്റഡി അബൌട്ട് ഓൾഡ് സോങ്സ് അത് പോയാ. പിന്നെ ഏജ് എനിക്കിപ്പോൾ 18 വയസ്സായി. 18 വയസ്സ് തികഞ്ഞൊരു ഇന്ത്യൻ പൗരനാണ്. കലോത്സവം മെമ്മറീസ് എന്ന് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. എന്താ വെച്ചാൽ കലോത്സവത്തിന് ഞാൻ ചെറുപ്പം മുതലേ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് കലോത്സവം. അങ്ങനെ 3, 4, 5, 6, 7, 8 വരെ പോയി. പിന്നെ 9ഉം 10ഉം കോവിഡ് കൊണ്ടുപോയി. +1ഉം +2ഉം പോയി. എങ്ങനെ വെച്ചാൽ 3-ാം ക്ലാസ്സിലൊക്കെ ആദ്യം നമ്മൾ സബ് ജില്ലീഗൊക്കെ പോകുന്നതിന് മുമ്പ് പഞ്ചായത്ത് എന്ന സംഭവമുണ്ട്. അത് കടന്നാലേ സബ് ജില്ലീഗ് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൊക്കെ പഞ്ചായത്തൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതിലൊക്കെ മത്സരിച്ചിരുന്നു. കലോത്സവം അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രസമൊക്കെ, മെമ്മറീസൊക്കെ ഇപ്പോഴാണ് മിസ് ചെയ്യണത്. +1 +2 ഞാൻ വട്ടപ്പാട്ടിനുണ്ടായിന്. വട്ടപ്പാട്ടൊക്കെ നല്ല രസമായിന്. പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മൾ പ്രാക്ടീസിന് ഇറങ്ങേണ്ടി ഇറങ്ങും. എന്നിട്ട് ക്ലാസ്സിൽ ഇരുന്നാണ്ട് അങ്ങനെ വർത്താനം പറയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വർത്താനം പറയും. അറ്റൻഡൻസ് കിട്ടും ചെയ്യും. സാറ് വരുമ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യും. നമ്മളിങ്ങനെ വാതിലൊക്കെ പൂട്ടിയാണിക്കാരം. വാതിൻ്റെ അടിയിൽ കൂടെ നോക്കുമ്പോൾ നേലുണ്ടാവുമല്ലോ സാറ് വരുന്നത്. അത് കണ്ടാൽ ഇരിക്കും. പ്രാക്ടീസൊക്കെ തുടങ്ങും, കൊട്ടലൊക്കെ തുടങ്ങും. വട്ടപ്പാട്ട് അങ്ങനെ ഒരു വേറെ രസം തന്നെയാണ്. പിന്നെ +1 ഞങ്ങൾ എങ്ങനെ വെച്ചാൽ ഞങ്ങൾക്ക് ജില്ലയിൽ സെക്കൻഡാണ് കിട്ടിയത്. സെക്കൻഡോ തേർഡാണ് കിട്ടിയത്. ഞങ്ങൾ അപ്പീൽ കൊടുത്ത്, പിന്നെ അന്ന് കോഴിക്കോട് സ്റ്റേറ്റ് നടന്ന് അപ്പീൽ കൊടുത്ത് മേലെ കയറി എ ഗ്രേഡ് കിട്ടീനും. +2 എങ്ങനെ വെച്ചാൽ കൊല്ലത്താണ് സ്റ്റേറ്റ് എടുക്കുന്നത്. കൊല്ലത്തേക്ക് പോവുക പറയുമ്പോൾ തന്നെ വേറെ രസം തന്നെയാണ്. കാരണം ട്രെയിനിൽ ഞങ്ങൾ 10 ആൾ അങ്ങനെ വൈബാക്കി പാട്ടും പാടി അങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ പോയി. അതൊക്കെയാണ് നമ്മളെ കലോത്സവ മെമ്മറീസ്. പിന്നെ ഇപ്പം എന്താ കൂടുതൽ സപ്പോർട്ട് ആക്കണ ആരാ പാടാൻ? യുവർ ഡ്രീം. കൂടുതൽ സപ്പോർട്ടാക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് തന്നെയാണ്. നാട്ടുകാരായാലും കൂട്ടുകാരായാലും പെരീത്തോരും എല്ലാവരും കുടുംബക്കാരും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നായാലും സാറുമാരും എല്ലാവരും ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല. എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. ചെറുപ്പം മുതലേ നല്ല സപ്പോർട്ടാണ് അത്. പിന്നെ യുവർ ഡ്രീം. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പഠിക്കണത് BSc കമ്പ്യൂട്ടർ സയൻസാണ്. കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. പക്ഷേ അതിലേറെ താല്പര്യം ഇപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ എങ്ങനെയാ വെച്ചാൽ മ്യൂസിക് പ്രൊഡക്ഷന്, മ്യൂസിക് ഡയറക്ഷന്, ആ സംഭവം ഉണ്ടല്ലോ, കമ്പോസിങ്, പ്രോഗ്രാമിങ്. അതേപോലെ പാട്ടിന് ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം മ്യൂസിക് കൺട്രോൾ ചെയ്യുന്ന ആൾ, അഥവാ കമ്പോസിഷൻ, പ്രോഗ്രാമിങ് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എന്നൊരു രീതിക്കാണ് എൻ്റെ ഒരു ഡ്രീം ഉള്ളത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. അതിന് പ്രോഗ്രാമിങ് പഠിക്കണം, കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ഒക്കെ നടക്കും ഇൻഷാ അല്ലാഹ്. ഫാമിലി, ഹോം പ്ലേസ്, ഇതുവരെ എവിടെ പഠിച്ചു? ഫസ്റ്റ് ഇതിന് വേണ്ടി ഞാൻ ആൻസർ പറഞ്ഞു. ഇതുവരെ എവിടെ പഠിച്ചത്? ഞാൻ 1-ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ മറ്റത്തൂർ ACM UP സ്കൂള്. അതിവിടെ അടുത്ത് തന്നെയാണ്, നടക്കാനുള്ള ദൂരമുള്ളൂ. പിന്നെ 8 മുതൽ +2 വരെ
8 മുതൽ +2 വരെ പാണക്കാട് DUHS ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഇതുവരെ ഒരു Q&Aയിലും മെസ്സേജ് ഇട്ടിട്ടില്ല. എനിക്കൊരു ചെറിയ റിക്വസ്റ്റാണ്. സ്വയംവര ചന്ദ്രിക സോങ്ങിലെ ഏതെങ്കിലും ചെറിയ ലിറിക്സ് ഒന്ന് പാടിത്തരുമോ? ഏതാ സ്വയംവര ചന്ദ്രിക? ഏതാ പാട്ട്? പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഫേവറേറ്റ് സിംഗർ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ അധികമായിട്ടും ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ബസ്സിലും വണ്ടിയിലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കണത് ശ്രേയ ഘോഷലിൻ്റെ പാട്ടുകളാണ്. ശ്രേയ ഘോഷലിൻ്റെ പണ്ടത്തെ മലയാളം സോങ്സൊക്കെ ഉണ്ടല്ലോ, കിടിലൻ പാട്ടുകളാണൊക്കെ. മറ്റേ ഇതൊക്കെ ഇല്ലേ, 17 പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്. പിന്നെ അടുത്തത് വ്ളോഗ് വേണം. ഒരിക്കൽ ഫാദിലിനെ കൂട്ടി വ്ളോഗ് ഒക്കെ എടുക്ക്. ഇൻഷാ അല്ലാഹ് എടുക്കണം. അപ്പോൾ കുറച്ച് ദിവസമായി പോകാനൊക്കെ കണ്ടിട്ട്. ഞാനെന്താ വെച്ചാൽ ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്കാണ്ട് പോവും. ഞാനിവിടെ ഹോസ്റ്റലാണ്, കോളേജിൽ ഹോസ്റ്റലാണ് പഠിക്കുന്നത്. കോഴിക്കോടാണ്. ഇവിടെ നിന്നാണ് കുറച്ച് പോകാൻ വിചാരിച്ചാൽ സിമ്പിളാണ്, പക്ഷേ ഡെയിലി പോയി വരുമ്പോഴൊരു റിസ്ക്കാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ തിങ്കളാഴ്ച പോവും, വെള്ളിയാഴ്ച വരും, പിന്നെ ശനി ഞായറാണ് ലീവ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ പരിപാടി എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഫാദിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിപ്പോൾ. ഇൻഷാ അല്ലാഹ് കാണുമ്പോൾ റീലോ പാട്ടോ വ്ളോഗോ എന്തെങ്കിലും ആയിട്ട് എടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ഫുട്ബോളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം, മെസ്സിയോ റൊണാൾഡോ? എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയർ അഥവാ പ്ലേയിങ് സ്റ്റൈല് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൊരു പ്ലെയർ നെയ്മറാണ്. മറ്റൊരു രണ്ടാളും ഇഷ്ടമില്ല എന്നല്ല. മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മെസ്സി. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ്? ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. അവിടെ ഇരിക്കേ. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഏത് ഡയാനെ? കുറച്ച് കഴിഞ്ഞിട്ടാ ഞാൻ വീഡിയോ എടുക്കട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് ഇരിക്കാം. എന്തേലും ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം, ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ കുറേ ആയി, ഒരു 5-6 വർഷത്തോളമായിപ്പോൾ. അതിൽ തുടക്കത്തിൽ കുറേ പാട്ടൊക്കെ ഇട്ട് കുഴപ്പമില്ലാത്ത വ്യൂസും ഒക്കെ ഉണ്ടായിന്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു 1.5 വർഷത്തോളം ഞാൻ പാട്ടൊന്നും ഇടാതെ അങ്ങനെ ഇതായി. അപ്പോൾ അന്ന് 15K സബ്സ്ക്രൈബേഴ്സ് സംതിങ് അത്ര ഉണ്ടായിട്ടുണ്ട്. മോണിറ്റൈസ് ആയ ചാനലിനി. പക്ഷേ 1.5 വർഷത്തോളം പാട്ടൊന്നും ഇടാതായി. അതിന് ശേഷം എൻ്റെ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ കട്ടായി. അതിൻ്റെ ഇടയിൽ ഞാൻ ഇൻസ്റ്റയിലൊരു പാട്ട് ഇട്ടീനി, മറ്റേ ഹബീബി ട്രിപ്പ് ഉണ്ടല്ലോ, പിന്നാവില് മാളിക പണി. അത് യൂട്യൂബിൽ ഇട്ട് നോക്കി. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വ്യൂസ് വന്നു. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഞാൻ അങ്ങനെ അത് കുഴപ്പമില്ല, വ്യൂസ് ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലിടുന്ന പാട്ടുകളൊക്കെ ഇതിലിടും. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത വ്യൂസ് ഇങ്ങനെ കിട്ടി തുടങ്ങി. അതിന് ശേഷമാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്. പിന്നെ ഇപ്പം എന്താ ഇതിൽ ക്വസ്റ്റ്യൻസ്, ഞാൻ അങ്ങനെ ഓരോ ക്വസ്റ്റ്യനൊക്കെ നോക്കി വെച്ചിട്ട് അങ്ങനെ ഒന്നും ചേട്ടാ. ഇപ്പം ഇങ്ങനെ കാണുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതിനോരോ ക്വസ്റ്റ്യൻസ് അങ്ങനെ നോക്കി, അഥവാ റിപ്പീറ്റേഷൻ ഇല്ലാത്തൊക്കെ നോക്കി ഇങ്ങനെ വായിക്കാണ്. കൽബിലെ സോങ് പാടുമോ? കൽബിലെ ഇത് മറ്റേ തൊട്ടിയിലുറങ്ങുമ്പോൾ തെല്ലുമേ നോവാതി നിന്നെയാതി ഉമ്മാടി കുഞ്ഞു തുമ്പി ബാപ്പാടെ വരി അറിയില്ല ഏട്ടാ കറക്റ്റ്. പിന്നെ ഇപ്പം എന്താ ലൈഫ് പാർട്ട്ണർ കൺസെപ്റ്റ് കൺസെപ്റ്റോ? എന്തപ്പോ കൺസെപ്റ്റുകളൊക്കെ കുറേ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ടൈം ഉണ്ടല്ലോ നമുക്ക്. ഫേവറേറ്റ് സോങ് പാടാൻ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഇപ്പോൾ ഫേവറേറ്റ് സോങ് മറ്റേ പാട്ടില്ലേ ജോളോ ആ പാട്ട്. ഉണത്തേരോസ്തിന് ചാന്തേ ചാവേ तेरे हुस्न पे मर्दे असीरो की करिए सजना पो. ആ പാട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഫേവറേറ്റ് എന്നല്ല, ഇഷ്ടമുള്ള സോങ് അതാണ്.
ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഫാനിൻ്റെ സൗണ്ട് നല്ല ഉണ്ട്, പറയണമൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഓഫായി കിടക്കാം. പിന്നെ കുറേ വന്ന ക്വസ്റ്റ്യൻസ് ആണ്, കമ്മിറ്റഡ് ആണോ സിംഗിളാണോ? സങ്കടമൊന്നുമില്ല, എന്നാലും പറയാം സിംഗിളാണോ മക്കളെ, കമ്മിറ്റഡ് ഒന്നുമില്ല. അതിനൊക്കെ നമുക്ക് ടൈമുണ്ട്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പുതിയ വീഡിയോയിൽ പിന്നെ കാണാം. വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.